Hello friends, എല്ലാവർക്കും SP Family Vlogsലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരു 4 റെസിപ്പീസ് ആണ് ഈ ഒറ്റ വീഡിയോയിൽ. അതപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് പീറ്റ ബ്രെഡ്, അതായത് കുബൂസ്. മിഡിൽ ഈസ്റ്റിലെ കുബൂസ് എന്ന് അറിയാത്തവരാരും കാണത്തില്ല. അതിൻ്റെ ഒപ്പം നമ്മൾ ഫലാഫൽ സാൻഡ്വിച്ച് ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഇവിടെ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നാൽ മാത്രമേ ഓരോ റെസിപ്പീസ് ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് മനസ്സിലാക്കാൻ പറ്റൂ. കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് ടാപ്പ് ചെയ്തേക്കണം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ടാപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അവിടെയും കൂടി നോക്കാം. അപ്പം നമുക്ക് പ്രിപ്പറേഷനോട്ട് പോവാം. അപ്പോൾ നമ്മുടെ പീറ്റ ബ്രെഡ് അല്ലെങ്കിൽ കുബൂസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. നമുക്ക് 2 കപ്പ് മൈദ വേണം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ആക്റ്റീവ് ഈസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഒരു ബൗളിൽ ആക്റ്റീവ് ഈസ്റ്റ് 1 ടീസ്പൂൺ ഇടുക. എന്നിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള വെള്ളം ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചാൽ മതി. ഒരു 15 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് അത് നല്ലപോലെ പതഞ്ഞ് വരും. അതെന്നിട്ട് ഈ മാവിലോട്ട് ചേർത്താൽ മതി. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഈ മാവിലോട്ട് ചേർക്കാം. ഓക്കെ, ഇനി നമുക്ക് ഉപ്പ് ചേർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂണുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ വേണം. നമ്മൾ ഒലിവ് ഓയിലാണ് ഇവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ അവൈലബിൾ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. പക്ഷെ അതിനെക്കാട്ടി നല്ലത് ഒലിവ് ഓയിൽ ചേർക്കുന്നത്. എന്ന് വെച്ചാൽ ഇതൊരു മെഡിറ്റേറിയൻ മിഡിൽ ഈസ്റ്റ് ഫുഡ് ആയതുകൊണ്ട് അവരുടെ ഡിഷുകളിലെല്ലാം കൂടുതലും ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. അപ്പം നമുക്കും അതേപോലെ തന്നെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഒലിവ് ഓയിൽ തന്നെ ചേർക്കണം. ഓക്കെ, ഇനി നമുക്ക് ഒരു 3/4 കപ്പ് ഇളം ചൂട് വെള്ളവും കൂടി ചേർക്കണം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ച് ഒരു ഡോ ഷേപ്പ് ആക്കണം ഇത്. എന്നിട്ട് അത് നമുക്ക് അടച്ചു വെക്കാം ഒരു 2 മണിക്കൂറത്തേക്ക്. 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് ഈ ഡോ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതിനെക്കാട്ടി വലിയ സൈസും, അതായത് പ്രൂഫിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഇട്ടേക്കുന്ന ഈസ്റ്റ് നമ്മുടെ ഈ ഡോയിൽ ആക്റ്റീവ് ആവും. അപ്പോഴാണ് നമ്മുടെ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഡോ കുറച്ചൊരു വലിയൊരു സൈസിലോട്ടാവും. അപ്പം നമ്മളിതൊരു വാം പ്ലേസിൽ വേണം അടച്ചു വെക്കാൻ. ഒരു ടവലോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ വെച്ച് ഇത് അടച്ചു വെച്ചാൽ മതി. എന്നിട്ട് ഒരു വാം പ്ലേസിൽ വെക്കണം. ഓവനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഓവനിൽ വെക്കുന്നതിന് മുമ്പ് നിങ്ങൾ 1 മിനിറ്റ് ഒന്ന് ഓവൻ ചൂടാക്കിയതിൻ്റെ ശേഷം ഇതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മാവ് പൊങ്ങിക്കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ആ പ്രൊസീജിയർ ചെയ്യാം. അപ്പം നമ്മുടെ ഡോ നമ്മൾ നല്ലപോലെ കുഴച്ചെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മേളിലോട്ട് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ എണ്ണ ഒഴിച്ച് നല്ലപോലെ കോട്ടാക്കി വെച്ചു. ഇനി നമുക്കൊരു കോട്ടൺ തുണി അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് വെച്ച് നമുക്കിത് അടച്ച് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമുക്ക് ഓവനിലോട്ട് വെക്കാം. അപ്പം നമ്മുടെ മാവ് നല്ലപോലെ പ്രൂഫായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. നമ്മളിങ്ങനെ ഞെക്കുമ്പോൾ അതിങ്ങനെ താഴോട്ടിങ്ങനെ പോവും. ഇതാണ് അതിൻ്റെ ടെക്സ്ചർ. അപ്പം നമുക്ക് ഇതൊന്ന് ഈ സർഫസിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുമ്പ് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് പൊടി ഇടണം. അപ്പം ഇത് ഒട്ടിപ്പിടിക്കത്തില്ല നമ്മൾ ഈ ഡോ ഇവിടെ താഴെ ഇടുമ്പോൾ. അപ്പം നമ്മുടെ മാവ് നമ്മൾ ഈ സർഫസിലോട്ട് വെച്ചു. ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് റോളാക്കിയതിന് ശേഷം നല്ല ക്ലീൻ ആക്കി ഇത് വെക്കുക എല്ലാം. എന്നിട്ട് നമുക്ക് കുറച്ച് പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം ചുറ്റാകെ. ഇനി നമുക്ക് ഇത് ഓരോ ബോളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. നമ്മൾ എത്ര ബ്രെഡാണോ ഉണ്ടാക്കാൻ പോകുന്നത് അത്രയും ബോൾസ് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഓരോ മാവിനെ നമുക്ക് ഒന്ന് കറക്റ്റ് ഒരു ബോൾ ഷേപ്പിലാക്കി വീണ്ടും നമുക്ക് ഒരു 1/2 മണിക്കൂറത്തേക്ക് ഇനിയും അടച്ചു വെക്കണം. നമ്മൾ തുണി വെച്ച് തന്നെ നമുക്ക് ഒന്ന് മേളിലോട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നല്ല വാം പ്ലേസിൽ തന്നെ ഇത് വീണ്ടും നമ്മൾ വെക്കണം. എന്നാൽ മാത്രമേ ഇത് വീണ്ടും ഒന്ന് പ്രൂഫ് ആവാൻ വേണ്ടിയാണ് നമ്മൾ വീണ്ടും ഇങ്ങനെ ബോൾ ഷേപ്പിലാക്കിയിട്ട് നമ്മൾ അടച്ചു വെക്കുന്നത്. അപ്പം നമുക്കത് ചെയ്യാം.
അപ്പോൾ ഓരോ ഡോനെ നമ്മൾ ബോൾ ഷേപ്പിലാക്കുമ്പോൾ നമ്മൾ കൈ വെച്ചിങ്ങനെ ഉരുട്ടാൻ പാടില്ല. എന്നുവെച്ചാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഓരോ എയർ ബബിൾസ് ഉണ്ട്. ഇത് പ്രൂഫ് ആയപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ഫോം ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പൊട്ടിപ്പോവും. അപ്പം നമ്മൾ ഈ ബ്രെഡ് നമ്മൾ റോൾ ആക്കുമ്പോഴത്തേക്ക് പിന്നീട് നമ്മൾ ഓവനിൽ വെച്ച് അത് ബേക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ആവത്തില്ല. അത് ഫ്ലാറ്റ് ബ്രെഡായി പോവും. നമുക്ക് ആ പഫിനെസ് വരത്തില്ല. അകത്ത് ആ എയർ പോക്കറ്റ് ഉണ്ടാവണമെങ്കിൽ അത് വരത്തില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഈ മാവ് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ അടിയിലോട്ട് ഇങ്ങനെ ഒന്ന് മാവ് ഇങ്ങനെ കൊണ്ടുപോയാൽ മതി. അടിയിലൊന്നിങ്ങനെ ക്ലിപ്പ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ബോൾ ഷേപ്പിലാക്കി ഇനി കുറച്ചുകൂടി ഒന്ന് പൊടി മേളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു തുണി വെച്ച് ഇതൊന്ന് അരമണിക്കൂറത്തേക്ക് ഇനി അടച്ചു വെക്കണം നമ്മൾ. ഓക്കെ, അപ്പം നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, നമ്മുടെ മാവ് നല്ലപോലെ പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും സെപ്പറേറ്റ് ആക്കി ഒന്ന് വെക്കണം. എന്നിട്ട് ഇത് ഓരോന്നും നമുക്കൊന്ന് റോളാക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോന്നും പരത്തണം. ഇത് ഞാൻ ഒരു 6 ഇഞ്ച്, കൂടുതൽ നമുക്ക് വലുതാക്കണ്ട, 5 to 6 ഇഞ്ചിൻ്റെ സൈസ് മതി നമുക്ക് പരത്തുമ്പോൾ. ഇത് പരത്തിയതിൻ്റെ ശേഷം നമ്മൾ ഇതും ഒരു തുണി വെച്ച് നമ്മൾ മൂടി വെക്കണം. എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടേ നമുക്ക് ഇനിയും ബേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ 15 മിനിറ്റിനുള്ളിൽ ഇത് നല്ലപോലെ കുറച്ചുകൂടി ഒന്ന് പൊങ്ങും. എന്നിട്ട് നമുക്ക് അപ്പോൾ അത് ബേക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് വെക്കാം. ഓക്കെ, അപ്പം 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം. ഓക്കെ, ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോന്നും നമുക്ക് പാനിലോട്ട് വെച്ച് നമുക്ക് ബേക്ക് ചെയ്യണം. നമ്മളിത് ബേക്ക് ചെയ്യാൻ പോകുന്നത് 280 ഡിഗ്രി സെൽഷ്യസിലാണ്. ഒരു 2 to 3 മിനിറ്റ്സ്, മാക്സിമം പോയ 5 മിനിറ്റ്സ് അത്രേ വെക്കാവൂ. ഇത് വെക്കുമ്പം തന്നെ നമുക്കിത് പൊങ്ങി വരുന്നത് കാണാൻ പറ്റും. അത്രയ്ക്ക് പെട്ടെന്ന് ഇതാവും. ഓക്കെ, അപ്പം നമുക്കിത് പാനിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ പീറ്റ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുബൂസ് ഇതാണ് എൻ്റെ പരുവം. കറക്റ്റ് ഈ രീതി ഇരിക്കണം. നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ഇതേപോലെ നമുക്കിങ്ങനെ ഒരു പോക്കറ്റ് ഉണ്ടാവണം. എല്ലാം കുബൂസിലും നമുക്ക് അങ്ങനെ വരും. ഇതിങ്ങനെ കത്തി വെച്ച് നിങ്ങൾക്കിങ്ങനെ സ്ലൈസ് ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റ് ഒരു പോക്കറ്റ് ഉണ്ടാവും. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫില്ലിംഗ് അകത്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഫലാഫിലാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഫലാഫിൽ പ്രിപ്പയർ ചെയ്യാം. ഫലാഫിൽ പ്രിപ്പയർ ചെയ്യാൻ ഉള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് കടല വേണം, വെള്ളക്കടല. ഞാൻ ഇവിടെ 2 കപ്പ് വെള്ളക്കടല എടുത്തിട്ടുണ്ട്. വെള്ളക്കടല നമുക്ക് തലേന്നേ നമുക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് വെക്കാം. അപ്പോൾ പിറ്റേന്ന് നമുക്ക് കടല നല്ല കുതിർത്ത് കിട്ടും. ഇനി നിങ്ങൾ വൈകിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ രാവിലെ ഇത് ഇട്ടാൽ മതി. ഒരു 6 hours മതി, 6 മണിക്കൂർ മതി ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി. ഇനി നിങ്ങൾ അതും മറന്നു പോയെങ്കിൽ എളുപ്പത്തിനൊരു പണി ഞാൻ പറഞ്ഞുതരാം. കടല നമ്മൾ എടുത്തിട്ട് നമ്മൾ കാസറോളിൽ ഇടണം. എന്നിട്ട് നല്ല ചൂട് വെള്ളം ഒഴിച്ച് ആ കാസറോളിനെ നല്ല ടൈറ്റാക്കി അടച്ചു വെക്കുക. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2-3 മണിക്കൂറിനുള്ളിൽ നമുക്ക് നല്ലപോലെ ഇതേപോലെ കുതിർത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഫലാഫിലിൻ്റെ കടല. ഇനി നമുക്ക് ഒരു ഫുൾ സവാള ഇട്ട് കൊടുക്കാം. 3 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പാർസ്ലി ലീഫ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം. അരയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പാടായിട്ട് വല്ലതും തോന്നുവാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ ടെക്സ്ചർ. ഓക്കെ, ഇനി അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഒലിവ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 4-5 ഡ്രോപ്പ് ലെമൺ ജ്യൂസ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സിനെ നമുക്കൊന്ന് റൗണ്ട് ഷേപ്പ് ആക്കിയെടുക്കാം. അപ്പം ഇച്ചിരി ഒന്ന് കൈ എടുത്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞ് ഷേപ്പ് ആക്കിയാൽ മതി. ഭയങ്കര വലുതാക്കണ്ട. എന്നുവെച്ചാൽ ട്രഡീഷണലി ഇത് സ്മോൾ ഷേപ്പാണ്. ഈ ഒരു ഷേപ്പ് മതി. ഇതേപോലെ നമുക്ക് എല്ലാം ഇതേപോലെ ആക്കാം.
അപ്പം നമ്മൾ ഫലാഫലിന് വേണ്ടി നമ്മൾ ഇതിലെല്ലാം ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് വെള്ള എള്ള് ചേർക്കണം. അപ്പോൾ നമ്മൾ വെള്ള എള്ളൊക്കെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പം നമ്മുടെ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫലാഫൽ ഓരോന്നായി ഇട്ട് കൊടുക്കാം, ഫ്രൈ ചെയ്ത് കൊടുക്കാം. നല്ല മുരുമുരാന്ന് നമുക്ക് കിട്ടണം. നമ്മുടെ ഫലാഫൽ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറിലാണ് നമുക്ക് വേണ്ടത്. ഇതേപോലെ നമുക്കെല്ലാം ഇങ്ങനെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫലാഫൽ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ ഇരിക്കും അതിൻ്റെ ഇൻസൈഡ്. ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കിയിട്ട് കറക്റ്റ് ഒരു അഭിപ്രായം നിങ്ങൾക്ക് പറഞ്ഞു തരാം. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ്ലി കുക്ക്ഡാണ് ഇൻസൈഡ്. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിൽ സ്പ്രെഡ് ചെയ്യാനുള്ള അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് ഹുമൂസ്. ഹുമൂസ് ഉണ്ടാക്കാൻ ഞാനിവിടെ 1 കപ്പ് കടലയാണ് എടുത്തിരിക്കുന്നത്. ഇത് കുതിർത്ത കടലയാണ്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം 2 വിസിൽ വരെ. അപ്പോൾ നമ്മുടെ കടല നമ്മൾ വേവിക്കാൻ വെച്ചേക്കുവാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഗാർലിക് മയണൈസും കൂടി പ്രിപ്പയർ ചെയ്യാം. അതിനായി നമുക്ക് 1/4 കപ്പ് പാല് വേണം. തണുത്ത പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ വേണം. വേറെ ഓയിലൊന്നും ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല, എന്ന് വെച്ചാൽ അതിൻ്റെ വേറൊരു ടേസ്റ്റ് ആയി പോവും. അപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ മാക്സിമം നിങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക. അതിൻ്റെ ഒപ്പം ഞാൻ 1 അല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. ഇത് വലിയ പീസായതുകൊണ്ട് ഞാൻ ഒറ്റ പീസാണ് എടുക്കുന്നത്. ചെറുതാണെങ്കിൽ നിങ്ങൾ 2 എണ്ണം ചേർക്കാം. അതിൻ്റെ ഒപ്പം ഞാൻ കുരുമുളക്, ഒരു ഇച്ചിരി കുരുമുളക്, പിന്നെ ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ആവശ്യത്തിന്. ഇത് നമുക്കൊന്ന് മിക്സിയിൽ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മയണൈസ് റെഡി ആയിട്ടുണ്ട്. ഇത്രയും തിക്കാവണം. ഇടയ്ക്ക് നിങ്ങൾ മിക്സി ബീറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര വാട്ടറി ആയിട്ട് തോന്നുവാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വീണ്ടും എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് തിക്കായിക്കോളും. അപ്പോൾ 2 വിസിൽ കഴിഞ്ഞു. നമ്മുടെ കടല വെന്തു. അപ്പോൾ ഇനി നമുക്ക് ഹുമൂസ് പ്രിപ്പറേഷനിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഹുമൂസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉള്ള കടല നമ്മൾ വേവിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. അടുത്ത ഞാൻ 1/4 കപ്പ് എള്ള് പേസ്റ്റ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ വെള്ള എള്ളും എള്ളെണ്ണയും കൂടി ചേർത്തത്, 1 ടേബിൾ സ്പൂൺ എള്ളെണ്ണയും കൂടി ചേർത്ത് മിക്സിയിൽ അരച്ചെടുത്ത പേസ്റ്റാണിത്. ഇതല്ലാതെ നമുക്ക് കടകളിലും അവൈലബിൾ ആണ്. തഹീന സോസ് എന്നും പറയും. ഈസിലി അവൈലബിൾ ആണ് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ. അപ്പോൾ അത് 1/4 കപ്പ്. നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. 1 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ, 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇടാം. ഇനി നമുക്കിത് മിക്സിയിലൊന്ന് അരച്ചു കൊടുക്കണം. നല്ലൊരു പേസ്റ്റ് ആവുന്നവരെ ഇത് അരയ്ക്കണം. ചെറുതായിട്ട് നമുക്ക് വെള്ളം ചേർത്ത് വേണം ഒരു നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഹമൂസ് റെഡി ആയിട്ടുണ്ട്. ഡെക്കറേഷനായിട്ട് ഇവിടെ ഞാൻ 2-3 കടല വെച്ചു. കുറച്ചുകൂടി എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഒരു ഇലയും കൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലോട്ട് ഇച്ചിരി ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ഫലാഫൽ നമുക്ക് ഓരോന്നും ഇതിൻ്റെ മേളിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫലാഫൽ സാൻഡ്വിച്ച് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കുബൂസ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഹാഫ് ആക്കണം. നമ്മുടെ പോക്കറ്റ്സ് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ആക്കണം. എന്നിട്ട് അതിലോട്ട് നമുക്ക് ഹമ്മൂസ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഞാൻ ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുക്കുംബർ ഇട്ട് കൊടുക്കാം, അതായത് സലാഡ് വെള്ളരി. നമുക്ക് ഫലാഫൽ ഒന്ന് ഹാഫാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് ഗാർലിക് മയണൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ലെറ്റസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുമ്പേ വെച്ച ഫലാഫലിൻ്റെ ബാക്കി ഹാഫ് പോർഷൻ വെച്ച് കൊടുക്കാം. നമുക്ക് പുതിന വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫലാഫൽ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായി ഞാൻ വരുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.